പച്ചരിയും തേങ്ങയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചായക്കടീന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നല്ല ആറലെടുത്തിട്ടുള്ള അടിപൊളി ചായക്കടിയാണിത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പൊ ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു ഗോൾഡൻ കളറിൽ തേങ്ങ വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമുക്ക് മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി ഇതേപോലെ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വെച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, വെള്ളം കൂടി പോകരുത്. അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. 2 അച്ച് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കിത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. ശർക്കര മെൽട്ടായിട്ട് വന്നാൽ നമുക്ക് ഇത് അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ശർക്കരയിൽ ചിലപ്പം കല്ലെല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചിട്ട് വെച്ചു കൊടുക്കുക. പിന്നെ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കും വേണം. എന്നാലേ നമുക്ക് നല്ല ആറലെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ചൂടോടെ ഒഴിക്കുന്നതുകൊണ്ട് അരിമാവ് വെന്തിട്ട് ചിലപ്പോൾ കട്ടയായി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തിന്റെ പകുതി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം. ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കണേ. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1.5 തവി മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മാവ് ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ചെറിയ തീയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 4-5 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോഴേക്കും തന്നെ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ കൽത്തപ്പത്തിന്റെ എല്ലാം ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാവുക. ഇതുപോലെ നല്ല ആറലെടുത്തിട്ടാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.